വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൊച്ചിൻ്റെ സുഖം എനിക്ക് മുന്നേ അപ്പോൾ കൊച്ചിൻ്റെ ശബ്ദം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പോയിരിക്കുന്ന ഒരു വാർത്തയാണ് ശ്രീലു മൈ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ കുളിസി എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരുടെ കാര്യം എന്ന് പറയുന്നത്, ഇവർ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ശ്രീലു എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ വീടും കണ്ണൂർ തന്നെയാണ്. അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവർ പബ്ലിക്കിനോട് പ്രതിഷേധം, അതേപോലെ കേരള മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുളിസിലൊക്കെ നടത്തുന്നത്. കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരികയാണ് ചെയ്യുന്നത്. ചിരിച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും പറയും മാനസിക രോഗം അങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എന്ത് പ്രശ്നം തുടക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവരിങ്ങനെ ലൈവും ഒക്കെ ചെയ്യും. അതേപോലെ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോ ഒക്കെ ചെയ്യും. പെയ്ഡ് ലൈവും അതേപോലെ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ചെയ്യും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ കാണുന്ന സ്ത്രീയാണ് ശ്രീലു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവരുടെ ഇത് കണ്ടന്റ് എന്ന് പറയുന്നത് അത്ര നല്ല രസമുള്ള കണ്ടന്റ് ഒന്നും അല്ല. മെയിൻ ഇതിനകത്ത് ക്ലൂസിൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവര് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലാബ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ യൂട്യൂബ് ചാനലിൽ ഓരോ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഒരു സഹപ്രവർത്തനമായിട്ടുള്ള ഒരു അധ്യാപകൻ ബാത്റൂമിലാണ് എവിടെയാണ് വെച്ച് ഇങ്ങനെ ശ്രീലു ടീച്ചറിൻ്റെ ലൈവ് വീഡിയോ ഉണ്ട് 8 മണിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അത് എല്ലാവരും കാണുകയും എല്ലാവരും അത് ഭയങ്കര ചർച്ചാ വിഷയമാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല, ആർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ അധ്യാപകൻ്റെ അടുത്തും തെറ്റുണ്ട്, അതേപോലെ ഇവരുടെ അടുത്തും തെറ്റുണ്ട്. ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ ആ അധ്യാപകൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ എഴുതി വെച്ച് അങ്ങനെ ഒരാളെ അപമാനിക്കുന്ന ഇതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അങ്ങനെ ചെയ്തു. അങ്ങനെ ഇയാൾക്കെതിരെ അവർ സത്യാഗ്രഹം ചെയ്തു. മറ്റേ പണിഷ്മെൻറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആദ്യമൊന്നും ഗവൺമെൻറ് അതൊന്നും കേട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇവർ കേട്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ അമ്മ സുഖമില്ലാത്ത അമ്മയാണ്. ഇവരുടെ ജീവിതം പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാട്ടോ. എന്ന് വെച്ചാൽ ഒരു 15 വയസ്സിലാണ് തോന്നുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഒരു പെണ്ണും ഒരാണുമാണ് ഉള്ളത്. പിന്നെ ഇവരുടെ ഭർത്താവ് 19 വയസ്സിൽ ഇവരെ ഉപേക്ഷിച്ച് പോയി, കള്ളുകൂടിയനൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു പരിതാപകര ജീവിതം. പിന്നെ അതുമല്ലാതെ സുഖമില്ലാത്ത ഒരു അമ്മയുണ്ട്. അപ്പം ഈ അമ്മേനെ വിട്ടിട്ട് ഇവർക്ക് കോഴിക്കോട് വന്ന് ജോലി ചെയ്ത് പിന്നെ അങ്ങനെ വരാൻ എന്തായാലും പറ്റില്ല. അപ്പം അതുകൊണ്ട് പണി ഇയാൾ തന്നിട്ട് തിരിച്ചു കൊടുത്ത് ഇവർ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നത്, അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. അതിൻ്റെ ദേഷ്യം അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ഇവർ പ്രതിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിസിൻ കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്കെതിരെ, പബ്ലിക്കിനെതിരെയൊക്കെ പ്രതിഷേധം കാണിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരിങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാന്യമായിട്ടുള്ള ഡ്രസ്സെല്ലാം ധരിച്ച് മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രതിഷേധിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഒന്നാമത് ആ വീഡിയോസൊക്കെ ഇത് കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത വീഡിയോസാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഞാൻ 2 പേരെയും ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ഒന്നാ അധ്യാപകർ അങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു, ഈ അധ്യാപകർ ഇങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പം 2 പേരുടെ ഭാഗത്തും കുറ്റമാണ്. പിന്നെ അതുമല്ല, ഇവർ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബ് ചാനലുള്ള ആൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഈ തുണിയില്ലാത്ത ഡ്രസ്സും അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നവർക്കൊക്കെ ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്.
അല്ലാത്ത വീഡിയോ നമ്മൾ നല്ല രീതിയിൽ നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാർ കാണാനും ഉണ്ടാവില്ല. അത് സത്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾ പൊതുസമൂഹത്തിന് എന്ത് ഇതാണ് നൽകുന്നത് എന്നാണ് എനിക്ക് ഈ ശ്രീലു ടീച്ചറോട് ചോദിക്കാനുള്ളത്. ഇതാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് നടക്കുന്നത്? കുട്ടികൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ നടക്കുന്നത്. ആ അധ്യാപകൻ അങ്ങനെ ചെയ്തു, ആയിക്കോട്ടെ, ടീച്ചർ അങ്ങനെ ചെയ്തിട്ടല്ലേ ടീച്ചറെ ആ അധ്യാപകൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ടീച്ചർ അങ്ങനെ ചെയ്യാതെ മാന്യമായിട്ടുള്ള രീതിയിൽ മാന്യമായിട്ട് യൂട്യൂബ് ചാനലെല്ലാം കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ടീച്ചറിനോട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമായിരുന്നോ? അതാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ശ്രീലു മൈ ലൈഫ് എന്ന യൂട്യൂബ് ചാനലാണ് ഇവരുടേത്. അപ്പം എല്ലാവരും അതിനകത്ത് പോയി കയറി കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനം അതിനകത്തില്ല. ഇവർ പെയ്ഡ് ലൈവും അതുപോലെ അപ്പം അങ്ങനത്തെ ഓരോന്നൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നല്ലൊരു ജോലിയുണ്ട്. ആ ജോലി തന്നെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകാതെ ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിലുള്ള കുളിസീനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് ടീച്ചർ എന്നൊരു വാക്കിന് ഒരു അർത്ഥമുണ്ട്. അധ്യാപിക എന്നൊരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ടീച്ചറോട് ചോദിക്കുകയാണ്. ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നതല്ല ടീച്ചറെ. അപ്പൊ ടീച്ചർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ മഹാനായ വ്യക്തിയും അങ്ങനെ ചെയ്തത് അല്ലേ ടീച്ചറെ? അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗായ്സ്. അപ്പൊ ഇതേപോലത്തെ ഇനിയും ഓരോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നവ്യ ഒഫീഷ്യൽ വ്ലോഗ് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.